ആദ്യം ഇതൊക്കെ ഈ കൊത്തി കളിച്ച് പിന്നെ തിണ്ടി ഉണ്ടാക്കി പിന്നെ ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ട് വാഴപ്പിണ്ടി കൊണ്ട് ഉരുതെടുത്ത് പിന്നെ ഈ ഞാറെല്ലാവരും അരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കുട്ടികളായ ജോനാഥനും ഇസബലയും എസക്കിയേലും കാണിച്ചു തരും. ജോനാഥൻ 5ലും ഇസബല 2ലും എസക്കിയേൽ UKGയിലുമാണ് പഠിക്കുന്നത്. നെൽകൃഷിയുടെ തിയറിയല്ല, പ്രാക്ടിക്കലാണ് ഈ കുട്ടികൾക്ക് പരിചയം. നെൽകൃഷി മക്കളെ അനുഭവത്തിലൂടെ പഠിപ്പിക്കുന്നതിനായി അമ്മ പോൺസി വീട്ടുമുറ്റത്ത് ഒരു പാടം തന്നെ ഒരുക്കിയിരിക്കുകയാണ്. 1 സെന്റ് സ്ഥലത്ത് പാടമൊരുക്കി അതിൽ നടീൽ കഴിഞ്ഞു. ഫോട്ടോഗ്രാഫറായ ജോൺസണും ഭാര്യ പോൺസിയും മക്കളെ നടക്കാൻ പ്രായമായപ്പോൾ മുതൽ മണ്ണിലിറങ്ങി കളിക്കാൻ വിട്ടതാണ്. ഒരു ദിവസം ഇസബല്ല അമ്മയോട് ചോദിച്ചു, ഈ ചോറുണ്ടാക്കുന്നത് എങ്ങനെയാണ്? ആ ചോദ്യമാണ് ഇതിലേക്ക് നയിച്ചത്. നമ്മളുടെ മക്കളെ നെല്ല് എന്താണെന്നും നെൽകൃഷി എങ്ങനെ ചെയ്ത് അരി ഉണ്ടാവണേ ചോറുണ്ടാവണേ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തുടങ്ങി അവർക്ക് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. നെൽകൃഷിയുമായി ബന്ധമില്ലാതിരുന്ന പോൺസി ആദ്യം കൃഷിരീതിയാണ് പഠിച്ചത്. വീടിന് മുന്നിൽ പാടമൊരുക്കി കൃഷി ചെയ്തപ്പോൾ കുട്ടികൾക്ക് കേട്ടറിഞ്ഞതെല്ലാം പ്രാവർത്തികമാക്കി കാണിച്ചു നൽകാൻ കഴിഞ്ഞു. വരമ്പ് വയ്ക്കൽ, നിലമൊരുക്കൽ, നടീൽ മുതൽ കൊയ്ത്ത് കഴിഞ്ഞ് അരിയാക്കി ചോറുണ്ടാക്കുന്നത് വരെ മക്കൾക്ക് കാണിച്ചു കൊടുത്തു. അവർ സ്പർശിച്ച് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വീട്ടുമുറ്റത്ത് തന്നെ നെൽകൃഷി ചെയ്ത് തുടങ്ങിയേക്കണത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ചെയ്തു, ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ചെയ്തേക്കുന്നത്. എല്ലാം വളരെ ആവേശത്തോടെയാണ് മക്കളും ചെയ്തതെന്ന് അമ്മ പറയുന്നു. ആദ്യ കൃഷിയിൽ നിന്ന് തന്നെ ഒരു പറ നെല്ലാണ് ലഭിച്ചത്. ഇപ്പോൾ കുറച്ചുകൂടി സ്ഥലം കണ്ടെത്തി കൃഷി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നെൽകൃഷി മാത്രമല്ല, പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ വേണ്ട എല്ലാ പാഠങ്ങളും ഈ അമ്മ കുട്ടികൾക്ക് പകർന്നു നൽകുന്നു. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.